അതെ, ഒരുപാട് ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്ത് നോക്കി, ഒരുപാട് ഓയിൽസ് മാറി മാറി അപ്ലൈ ചെയ്ത് നോക്കി, എന്നിട്ടും ഈ വിട്ടുമാറാത്ത താരന്റെ ശല്യം. ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അനുഭവിക്കുന്നവരാണല്ലേ നമ്മൾ ഭൂരിഭാഗം ആളുകളും. വൈ ഡസ് ഡാൻഡ്രഫ് ഓൾവേസ് കം ബാക്ക്? ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അതുപോലെ തന്നെ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് വെറും ഡ്രൈനെസ്സോ അതുപോലെ ഡസ്റ്റോ മാത്രമല്ല. ഇത് നമ്മുടെ സ്കാൽപ്പിൽ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു മലാസീസിയ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് ആണ് ഇതിന് കാരണം. നമ്മുടെ സ്കാൽപ്പ് ഓയിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബാരിയറും ഇംബാലൻസ് ആകുമ്പോഴാണ് നമ്മുടെ ഈ ഫംഗസ് ഓവർഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ ഈ ഒരാഴ്ച കൊണ്ടൊന്നും ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഓയിൽസ് അപ്ലൈ ചെയ്യുക, ഈ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫംഗസിന് വേണ്ട ഫീഡ് ചെയ്യുന്ന പോലെയാണ്, അവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യണേ. ഇനിയിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്തിട്ട് നമ്മൾ കളയേണ്ടതാണ്. സോ ദ ട്രൂത്ത് ഈസ് യു ആർ ട്രീറ്റിംഗ് ദ സിംറ്റംസ്, നോട്ട് ദ റിയൽ കോസ്. ശരിയല്ലേ? നമ്മളെപ്പോഴും ആ സിംറ്റംസിന് മാത്രമാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നുള്ളൂ, ഒരിക്കലും ആ കാരണം എന്താണെന്നുള്ളതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മാറി മാറി വരുന്ന ഈ താരന്റെ ശല്യം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ പതിവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആന്റി ഫംഗൽ ഷാംപൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് കൂടുന്തോറും നമ്മുടെ ഡാൻഡ്രഫ് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഗർ ആൻഡ് ജങ്ക് ഫുഡ്സ്, അത് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുക തന്നെ വേണം. കാരണം ഈ ഫംഗസ് ലവ് ഷുഗർ. അപ്പോൾ ഈ ഡാൻഡ്രഫ് ഡേർട്ടോ അതുപോലെ ഡ്രൈനെസ്സോ മാത്രമല്ല, ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ നിങ്ങളും അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? സോ കമന്റ് ബിലോ ഇഫ് യു ഫേസ് ദിസ് പ്രോബ്ലം ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.